എന്താ ഇതാദി? ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യ, അവരൊന്ന് വിളമ്പി കഴിയട്ടെ. അവര് വിളമ്പി തുടങ്ങിയല്ലേ ഉള്ളൂ. പഞ്ചാമൃതമാണെങ്കിലും ലിമിറ്റ് വേണമെന്നല്ലേ, ഒന്ന് സമാധാനിക്കേ. അങ്ങനെ ഉണ്ടല്ലേ? ശരി, ആയിക്കോട്ടെ. എന്താ പിള്ളേരെ ഇത്? അവർക്ക് 4 പേർക്കും എന്താ നിങ്ങൾ വിളമ്പി കൊടുക്കാത്തത്? അവരുടെ കാമുകിമാരുണ്ടല്ലോ, അവരോട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ. അയ്യോ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത വഴക്കിന് ഞാൻ ഇടപെടുന്നത്? എന്റെ കാര്യം നോക്കി ആഹാരം കഴിക്കുന്നതാ എനിക്ക് നല്ലത്. ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആണോ? യാ, വെരി ഗുഡ്. പ്ലീസ് വേഗം പോയിട്ട് വരൂ. ഷുവർ. പാവം, അവർക്ക് രണ്ടുപേർക്കും ഫുഡില്ലല്ലേ? അവര് പാവം നോക്കിയിരിക്കല്ലേ. നമ്മുടെ പ്ലേറ്റ് ഫുൾ അല്ലേ, കിട്ടുന്നതും കഴിച്ചിട്ട് നമുക്ക് എഴുന്നേറ്റ് പോവാം. റൗഡി കൊച്ചേ, ഫുഡെല്ലാം സൂപ്പർ. രണ്ടുപേരും അടിപൊളിയാക്കിയിട്ടുണ്ട്. കൊള്ളാം. അയ്യോ ആദ്യ സർ, നല്ലപോലെ വിശന്ന് വന്നിട്ട് ഞാനൊന്നും കഴിക്കാൻ തന്നില്ല. എന്നോട് ക്ഷമിക്കണേ. ഇത്രയൊക്കെ ചെയ്തിട്ടും സാധനം തന്നെ മനസ്സിലാവാത്ത. ആരും വെറുതെ ടെൻഷൻ ആവണ്ട. എല്ലാരും സമാധാനത്തോടെ കഴിക്കും. ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാം. പിന്നെ ആഹാരം കഴിച്ചതിന് ശേഷം പായസമുണ്ട്.
പിന്നെ നിങ്ങൾ രണ്ടുപേരും അവർക്കുള്ള ബ്രെഡ് കൂടി നന്നായിട്ട് എടുത്ത് കഴിച്ചു. ശരിക്കും വിശപ്പ് മാറട്ടെ. അമ്മയാ ഫോൺ ചെയ്യുന്നത്. ഹലോ അമ്മേ. സുഖാണോ മോനെ ആദി? ഇവിടെ എല്ലാവർക്കും സുഖമാണ് അമ്മേ. അമ്മയ്ക്ക് സുഖമല്ലേ? അച്ഛനെന്ത് പറയുന്നു? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല മോനെ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോനെ? അമ്മേ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മേ, പിന്നെ ഒരു കാര്യമുണ്ട്. വേദാന്തം ഫാമിലി ഇവിടെയുണ്ട്. ഓ ആണോ? അവർക്ക് എല്ലാവർക്കും സുഖല്ലേ? അവര് വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ. അവര് വന്നപ്പോ ഞാനവിടെ ഇല്ലാതെയായി പോയല്ലോ. സുഹാസിനിയെ ഞാൻ അന്വേഷിച്ചെന്നൊന്ന് പറഞ്ഞേക്കണം. ശരി അമ്മേ, അമ്മ കൂടെ ഉണ്ടായിരുന്നേ നന്നായനെ. പിന്നെ ആന്റി ഞങ്ങളൊന്നും വന്നിട്ടില്ല. വേദാന്തിന്റെ സഹോദരങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അവര് മാത്രമേ ഉള്ളോ? ശരി ശരി. വേദാന്തിന് ഫോൺ കൊടുക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആ അമ്മ കൊടുക്കാം. ഹലോ. ആ അമ്മേ. ശരി അമ്മേ, ബൈ ബൈ. വേദാന്ത്, അടുത്ത വഴക്കിനുള്ള വരവാണെന്ന് തോന്നുന്നു. എന്റെ പേടിയോ അതന്നെ ആദി. ഹലോ ബ്രദേഴ്സ്. മനസ്സിലെന്തെങ്കിലും പേടിയുണ്ടെങ്കിലും മാറ്റി വെച്ചോട്ടോ. ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. സിദ്ധാർത്ഥ എന്നോട് എല്ലാം പറഞ്ഞതാ. നിങ്ങൾ നാടകം കളിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താങ്ക് ഗോഡ്. നിനക്കെങ്കിലും അത് മനസ്സിലായല്ലോ. എനിക്ക് ഇപ്പോഴാ സമാധാനമായത് മോളെ. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതൊന്നും ക്രോസ് ചെയ്യാന്ന് വിചാരിക്കണ്ട. അവരെ കൂടുതൽ വേദനിപ്പിച്ച ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. നിങ്ങളുടെ ഡ്രാമയൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പോയേക്കോ. പോവാണെന്നോ? എങ്ങോട്ടേക്ക്? എന്റെ വീട്ടിലേക്ക് അല്ലാതെ എങ്ങോട്ടാ? ഹലോ, ഇവിടെ വരുന്നത് വരെ മാത്രമാണ് നിന്റെ തീരുമാനം. അത് കഴിഞ്ഞാ പിന്നെ ഇവിടുന്ന് എപ്പ പോണെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ ഇപ്പൊ എങ്ങോട്ടേക്കും വിടുന്നില്ല. ആദിച്ചേട്ടാ, എനിക്ക് പോയേ പറ്റൂ. ഹേയ്, നാളെ വിക്കിയുടെയും പ്രീതുവിന്റെ ബർത്ത്ഡേ ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് നമുക്ക് ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാലോ. അതിന് നീ നിൽക്കുന്നില്ലേ? ഓ, അത് ശരിയാണല്ലോ. അതാ പറഞ്ഞത്. ഞാൻ പോവാണ്, നിൽക്കുന്നില്ല എന്നൊന്നും പറയണ്ട. നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. മനസ്സിലായോ? ശരി ചേട്ടാ. നാളെ 2 വാനരന്മാരുടെയും സ്പെഷ്യൽ ഡേ അല്ലേ? അപ്പൊ പിന്നെ ഞാനെങ്ങനെ പോവാനാ? അവരുടെ സ്പെഷ്യൽ ഡേ നാളെയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഡേ ഇന്നാണ്. അതെന്താ ഇന്നെന്താ അതിനത്ര സ്പെഷ്യൽ ആയിട്ട്? ഇന്ന് ആദ്യ ചേട്ടന്റെ ബർത്ത്ഡേ അല്ല. പക്ഷേ എന്റെ ഒരേ ഒരു അനിയത്തി വീട്ടിലേക്ക് വന്ന ദിവസമല്ലേ ഇന്ന്. അതാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ചേട്ടനുണ്ടെന്നും ചേട്ടൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കണ്ട് സംസാരിക്കണമെന്നും മറന്നാ ഇതുപോലൊരു ഗ്യാപ്പ് ഉണ്ടാകും. മാത്രമല്ല ഇതുപോലുള്ള ഇമോഷണൽ സീനുകൾ സഹിക്കേണ്ടി വരും. ഓർത്തോ? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാരും ഇങ്ങോട്ടേക്കൊന്ന് വരുമോ? ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. എന്താ ആദ്യ സാർ കാര്യം? നല്ല ഉറക്കത്തിലായിരുന്നു, എല്ലാം നശിപ്പിച്ചു. എടോ സുമേഷേ, നേരത്തെ കിടന്നുറങ്ങുന്നത് ഹെൽത്തിന് നല്ലതല്ല. അതറിഞ്ഞിട്ട് എനിക്കൊരു കാര്യമില്ല. ആദിത്യ, എന്താ മോനെ കാര്യം? എന്താ ഈ രാത്രിയിൽ എല്ലാരെയും വിളിച്ചു നിർത്തിയിരിക്കുന്നേ? എന്താ ഇത്? ഗിഫ്റ്റ്. അതാ ചോദിച്ച എന്തിനാന്ന്? എന്തിനാന്നൊക്കെ പിന്നെ പറയാം. ആദ്യം പോയി നീ ഇത് ഇട്ടിട്ട് വാ. സിദ്ധാർത്ഥ്, ഒന്ന് കൊണ്ടുപോയി. ശരി, എല്ലാവരും പോയി റെഡി ആയിട്ട് വാ. വേഗം വേഗം പോ. ബോസ്, എന്താ കാര്യം? നീയും പോയി റെഡി ആയിട്ട് വാ സുമേഷേ, എല്ലാം പറയാം. സാലറി അയക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും? വേഗം പോയേ.
ചേട്ടാ എന്തൊക്കെ? ഞങ്ങളുടെ കുഞ്ഞി പെങ്ങക്ക് ഞാനും പ്രീതും കൂടെ ചേർന്ന് വളകാപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു. അതിനായി അറേഞ്ച്മെന്റ്സ്. പാവം, എല്ലാവരും എന്റെ കുട്ടിക്ക് വേണ്ടി എന്തുമാത്രം കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇവർ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോ എന്തുമാത്രം വിഷമിക്കുമായിരിക്കും. അതെയാ, സന്തോഷിക്കേണ്ട ഈ സമയത്ത് എന്തിനാ മോള് വിഷമിക്കുന്നേ? ഇല്ല ചേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ആ, എന്നാ ഇരിക്കേ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ. എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ തന്നെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഇതൊക്കെ മുന്നിൽ നിന്ന് ചെയ്യാൻ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ചെറിയമ്മ, ഇതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയമ്മ ഉണ്ടല്ലോ, എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ റെഡിയാ മോനെ. ആദിത്യ, പ്രീതു, ആദ്യം അവൾക്ക് കുങ്കുമം വെക്കണം. ആദിത്യ, ഈ ചെയ്തതൊക്കെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്താൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തുകൊണ്ടും ഐശ്വര്യവും സൗഭാഗ്യമേ ഉണ്ടാവും. എടോ സുമേഷേ, തോനെന്തിനാ വെറുതെ കൈകൊട്ടി കളിക്കുന്നേ? ഇത് സിനിമയാണോ? ഇതെല്ലാം സിനിമ കാണുന്നത് പോലെ അല്ലേ ബോസ്? നമ്മുടെ യാമിനി മേഡം എത്ര നല്ല വാക്കുകളാ ഉപയോഗിച്ച്, എന്ത് സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. മാത്രമല്ല കാലും കഴിച്ചിട്ട് വയ്യ. മിസ്റ്റർ സുമേഷ്, ഇതൊന്നും അവസാനിച്ചിട്ടില്ല. മിച്ചർ അബീബി ബാക്കി ഹേ. കണ്ടിന്യൂ. ആദ്യ, നിന്റെ മടിയിലിരിക്കുന്ന ആ തുണിയെടുത്ത് 4 മടക്കി കയ്യിൽ പിടിക്കും. പിന്നെ അതിനുള്ളിൽ എന്തെങ്കിലും സാധനം താഴെ വീണാൽ അത് അപശകുനമാണ് മോളെ. ആഹാ, കല്യാണത്തിന് 3 മണിക്കൂർ നിൽക്കണം, ഇവിടെ 4 മണിക്കൂർ. ഈ യാമിനി മേഡം, ആചാരങ്ങളൊക്കെ കഴിഞ്ഞോ അതോ ഇനിയും ഉണ്ടോ? സുമേഷേ, തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഒന്നുമില്ല ബോസ്. കണ്ടിന്യൂ. ഇനി എല്ലാവരും പൂവിടണം. ദാ എടുക്ക് പ്രീതു. ആദിത്യ, പ്രീതു, ആദ്യം നിങ്ങൾ രണ്ടുപേരും തന്നെ ആദ്യക്ക് പൂവിട്ട് അനുഗ്രഹം നൽകണം. ഇനി എല്ലാരും പൂവിട്ടോളൂ.
കാറു നമുക്ക് പോയി ആരതി എടുക്കാം വാ. പിള്ളേരെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെറുതെ നിന്ന് എന്താ ചെയ്യുന്നത്? ആരതി എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്, മനസ്സിലായല്ലോ? ആരതി കൊണ്ടുവന്നോ? അമ്മോ പാർവതി, നിങ്ങൾ ആരതിയൊക്കെ കൊണ്ടുവന്നായിരുന്നോ? എല്ലാ കാര്യങ്ങളും അറിയാലോ. അതെന്തായാലും നന്നായി. ഈ കുടുംബത്തിലെ മരുമക്കളാണ് ആരതി എടുക്കേണ്ടത്. ഇതാ പിടിക്ക്. ആരതി എടുക്ക്. നമ്മുടെ ജീവിതത്തിന് ഒരു ഓട്ടക്കാലെണ്ണയുടെ വില പോലും ഇല്ലാതായി പോയല്ലോ. ആദ്യേട്ടത്തേക്ക് ആരതി എടുക്കാനുള്ള അവകാശം പോലും നമുക്കില്ലേ? വന്നിരിക്കല്ലേ രണ്ട് പിശാചുകള്. അവര് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓ, അവരെയല്ല, നമ്മുടെ രണ്ട് കാമുകന്മാര് പറഞ്ഞാ മതി. ഒരു നാണോ ഇല്ലാതെ അതെല്ലാം കണ്ട് നോക്കിക്കൊണ്ട് നിന്നില്ലേ? ആരുടെ ദൃഷ്ടി പെട്ടിട്ടാണോ നമുക്ക് ഇങ്ങനെ ഉണ്ടായത്? നമ്മൾ ഇത്രയും വിശ്വസിച്ചിട്ട് അവര് നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. നീ അങ്ങനൊന്നും ചിന്തിക്കണ്ടമ്മോ. അവര് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ അവര് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. നോക്കിക്കോ. അങ്ങനെ വന്ന് ചിരിച്ചോണ്ട് അവരെ അപ്പൊ തന്നെ തിരിച്ചെടുക്കണമെന്നാണോ പറയുന്നേ? നമ്മളെ എത്ര അധികം വേദനിപ്പിക്കുന്നുണ്ട്. അവര് തിരിച്ചു അത് അനുഭവിക്കണം. എന്നാലേ നമ്മുടെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഇപ്പൊ അതല്ല നമ്മുടെ വിഷയം. ആദ്യം രണ്ട് പിശാചുകളെ നല്ല പാഠം പഠിപ്പിക്കണം. അങ്ങനെ അവരെന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിലേ നിങ്ങൾ വന്ന് ആരതി എടുക്കണം. ആരാ എന്താന്നറിയാത്ത രണ്ട് പെൺകുട്ടികളെ എല്ലാം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ആ രണ്ട് പിശാചുകളും ആരതി എടുക്കണമെന്ന് യാമിനി ആന്റി പറഞ്ഞ കേട്ടില്ലേ? അവരത് പറഞ്ഞാലുടനെ നിങ്ങൾ അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ വില കളയാൻ നിൽക്കുമായിരുന്നോ? നീ റൗഡി ബേബിയാണെന്ന് മറന്നുപോയ അമ്മു. സാഹിത്യ പോലും മുട്ടുകുത്തിച്ചവളാ നീ. ഈ പിള്ളേരൊക്കെ പേടിക്കേണ്ട കാര്യം നിനക്കുണ്ടോ? അത് നിന്റെ പേരിന് അപമാനമാണ്. എന്റെ വീട്ടിലുള്ളതേ 3 പെൺകുട്ടികളാ. 4ാമത്തേത് ഒരു ആൺകുട്ടിയാണെന്നേ ചെറിയച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അത് നീ ഒരിക്കലും മറക്കരുത് അമ്മു. അത് നിന്നെ കുറിച്ചല്ലേ? നീ ഇതുപോലെ ഒരിക്കലും ഇങ്ങനൊന്നും നിന്നിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത് എന്തിനാ? അത് നിന്റെ ഏട്ടത്തിയാ. നീ വേണം അവൾക്ക് ആരതി എടുത്തു കൊടുക്കാൻ. നോക്കമ്മു, എനിക്കാകെ ഒന്നേ അറിയൂ. നിങ്ങളാണ് ആദ്യം ആരതി എടുക്കേണ്ടത്. നീ ആരാ? പാണ്ഡവപുരത്തെ പാർവതിയാ. നിനക്ക് എത്രത്തോളം മനഃശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആദിത്യനെയും കുടുംബത്തിനെയും ചതിച്ച് കല്യാണം നടത്താൻ വന്നവരെ കയ്യോടെ പിടികൂടിയവളാണ് നീ. നിന്റെ മുന്നിലേ ഈ കാണുന്നതൊക്കെ വെറും പുഴുക്കളാണെന്ന് നീ ഓർത്തോ? ഇതിനൊക്കെ നീ തലകുനിക്കണോ? നിങ്ങൾ രണ്ടുപേരും സാധാരണക്കാരല്ല. നിങ്ങൾക്ക് പല സൂപ്പർ പവറുകളും ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പൊ നിങ്ങൾ ചെന്ന് ആദ്യക്ക് ആരതി എടുക്കണം. അത് നിങ്ങളുടെ അവകാശമാണ്. അത് തടയാനായിട്ട് ആർക്കും ഒരിക്കലും കഴിയില്ല. ഈ സമൂഹത്തിലെ നമ്മൾ മാറി നിന്നാൽ മാറ്റി നിർത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കണ്ണുള്ളവർക്കെ കാണാൻ പറ്റൂ. പാവമായിട്ട് നിന്നു കൊടുത്താലേ എല്ലാവരും തലേ കയറും. ഇങ്ങനെയുള്ള സമയത്തെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിരിക്കണം. തള്ളിയിടാൻ വരുന്നവരെ ഒന്ന് ചവിട്ടുന്നോണ്ട് ഒരു പ്രശ്നമില്ല. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുള്ളൂ. കമോൺ സിസ്റ്റേഴ്സ്, നിങ്ങൾ ആരാണെന്ന് കാണിക്കേ. ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കരുത്. നിങ്ങളുടെ ഏട്ടത്തേക്ക് നിങ്ങളാണ് ആരതി എടുക്കേണ്ടത്.
ശരി ചേട്ടാ, ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ആരതി എടുക്കുമ്പോ ആരെങ്കിലും തടയാൻ വന്നോ ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്ക. ഞങ്ങളുടെ ഇടത്തേക്ക് ഞങ്ങളല്ലാതെ മറ്റാരും ആരതി എടുക്കാൻ പാടില്ല. വാ, വാ. ನೋಡಿಗ ಬಾಸುಳ್ಳ